ചില കുട്ടികളൊക്കെ പറയുന്നിട്ടുണ്ട് ഞാൻ പഠിച്ചതായിരുന്നു, പക്ഷേ എക്സാം ഹാളിലെത്തിയ സമയത്ത് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു, അറിയുന്നതെല്ലാം തെറ്റിച്ചു എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ മാത്സിന്റെ ഇക്വേഷൻസ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, ഫിസിക്സിന്റെ ഒക്കെ കാര്യത്തിലാണ് ഈ കൂടുതൽ കുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം ഒരുപാട് വർഷങ്ങൾ പഠിക്കാനുണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളുടെ പേര് പഠിക്കാനുണ്ടാവും, ആ വർഷത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ മാത്സിന്റെ ആണെങ്കിൽ ഒത്തിരി ഇക്വേഷൻസ് ഉണ്ടാവും, എല്ലാം സിമിലർ പോലെ ഫീൽ ചെയ്യും കുട്ടികൾക്ക് എന്നുള്ളത്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, ഈ ബ്രെയിനിലൊട്ടേക്ക് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ലോഡ് കൂടിക്കഴിഞ്ഞാൽ അല്ലേ, പല കുട്ടികളും ലാസ്റ്റ് മൊമെന്റിലേക്ക് പഠിക്കാൻ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ലോഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്കിംഗ് മെമ്മറിക്ക് കപ്പാസിറ്റി കുറച്ച് കുറവാണ്, ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ ഈ ലോഡ് കൂടുന്ന സമയത്ത് അവരെന്തെങ്കിലും കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും ബ്രെയിൻ ഉണ്ടാവാം. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ അത്യാവശ്യം മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകും. അവിടെ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഇതാണോ അതാണോ ഇതെന്നുള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കുറച്ചും കൂടെ നേരത്തെ പഠിച്ചതിന് നമ്മൾ ലോങ് ടൈം മെമ്മറിയിലോട്ടേക്ക് നമ്മൾ ബ്രെയിന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയവും സെറ്റപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ ഒരു സംഭവത്തെ എങ്ങനെ മറികടക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചങ്കിങ് സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കും. എന്താണ് ഈ ചങ്കിങ് സ്ട്രാറ്റജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്വേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കി ഇടുക, അതിനൊക്കെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് എഴുതിയിടുക. അതിനുശേഷം ലെങ്തി വരുന്ന കേസസ് ആണെങ്കിൽ അതിനൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക, ഒരു 3-4 ബ്രേക്കിംഗ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ നിൽക്കും.